കഴിഞ്ഞ ദിവസം ഏടത്തിയമ്മേൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ചേട്ടൻ ഏടത്തിയമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അയച്ചു തന്ന പൈസയും കൊണ്ട് ഞാൻ നേരെ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. ആദ്യം ഒരു കടയിൽ കയറി. അവിടെയുള്ള കേക്കൊന്നും കാണാൻ ഒരു രസമല്ല. അതുകൊണ്ട് നേരെ കേക്ക് വല്ലട്ടിലിട്ട് പോയി. നട്ടാപ്പൊരി വെയിലത്ത് കൊടിയെടുക്കാതെ ഉച്ചയ്ക്ക് കേക്ക് വാങ്ങാൻ ഇറങ്ങിയ ഞാൻ അങ്ങനെ നടന്ന് അവസാനം കടയിലെത്തി. അവിടെ ചില്ലിൻകൂട്ടിൽ നിറയെ കേക്കുകൾ, നല്ല രസമുള്ള കേക്കുകൾ. അങ്ങനെ അവിടുന്ന് തപ്പി ഒരു വാഞ്ചോ കേക്ക് കിട്ടി. ആ കടയൊന്ന് നല്ലോണം സൂം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കേക്കിൽ പേരൊക്കെ എഴുതിയിട്ട് തിരിച്ചു തന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാനത് വീഡിയോ എടുത്തു. എന്നിട്ട് പിന്നെ നേരെ ആ കേക്കും പിടിച്ച് വെയിലത്തോട്ട്. 1 മണിക്കൂറിനുള്ളിൽ ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിൽ ഉരുക്കി പോകുന്ന ചേട്ടൻ പ്രത്യേകം പറഞ്ഞായിരുന്നു. പിന്നെ ഞാനും അമ്മായിയും കൂടി നേരെ പോയത് പാല് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. പായസം വെക്കണമല്ലോ. അമ്മായി പാല് വാങ്ങാൻ എടുത്തു തന്ന പുതിയ പാത്രമാണ് ഗായ്സ്. സ്റ്റിക്കർ പോലും കളഞ്ഞിട്ടില്ല. അങ്ങനെ പാല് വാങ്ങി പായസവും വെച്ചു. അപ്പോഴേക്ക് ഏടത്തമ്മ വന്നു കേട്ടോ. ഇതാ ഏടത്തമ്മ PSC പഠിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. ഏടത്തമ്മയും മുട്ട ഒന്നിച്ചാണ് പഠിക്കുന്നത്. തട്ടിക്കളിക്കാനെന്നും പറഞ്ഞ് ബലൂണ് വീർപ്പിക്കുന്നത് സർപ്രൈസാണല്ലോ. പക്ഷെ എൻ്റെ ബുദ്ധി കൂടി പോയത് കാരണം ഏടത്തമ്മയ്ക്ക് നേരത്തെ കാര്യം മനസ്സിലായി കാണും. എന്നാലും ഏടത്തമ്മ പിടിച്ചു വന്നു. അമ്മമ്മ വന്നു, പിന്നെ മുട്ട വന്നു. ആ ബലൂണ് വീർപ്പിക്കുന്ന സാധനം വെച്ച് അവൾ മൈന് വെടിയിച്ച് കളിക്കുക. അവളുടെ പുറകെ കണ്ണനും വന്നു. പിന്നെ ഉഷമ്മായി വന്നു, ബാബുമാമ വന്നു, രമണിയമ്മായി കേക്ക് കൊടുത്തു വന്നു. വീഡിയോ കോളിൽ ശ്രുതിയും വന്നു. കൃത്യസമയത്ത് ചേട്ടൻ ഉറങ്ങിപ്പോയതുകൊണ്ട് ഭാര്യ കേക്ക് കിട്ടുന്ന കാണാൻ ചേട്ടന് പറ്റിയില്ല. ആദ്യത്തെ പീസ് അമ്മായിക്കും കിട്ടി, അവസാനത്തെ പീസ് എനിക്കും കിട്ടി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കേക്കൊക്കെ തിന്ന് പായസമൊക്കെ കുടിച്ച് പിന്നെ കുറേ നേരം വെറുതെ ഇരുന്നു.